മുരളിയുടെ ചെറിയച്ഛൻ എന്ത് ചെയ്യുന്നു? ക്യാച്ച് പറീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ ആണ്. ക്യാച്ച് പറീസ്? യെസ്. അതെന്തൊരു പേരാ? പിടിച്ചുപറി എന്നാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥമെങ്കിലും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഞങ്ങളുടേത്. അതിന്റെ ലോക്ക് ബ്രേക്കിംഗ് ഡിവിഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവാണ് ഇദ്ദേഹം, കണ്ണൻ മേനോൻ. ഇത് ചിപ്പ് ആൻഡ് വൈറ്റില, GAS കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സ്പെഷ്യലിസ്റ്റ്. ഹലോ. കേട്ടോ മുരളി, ഇതുപോലുള്ള വ്യവസായ സംരംഭകരാണ് നമ്മുടെ നാടിന്റെ മുതൽക്കൂട്ട്. ശരിയാണ് ചു. പലരും കൂട്ടിവെച്ച മുതലുകളാണ് എന്നും എന്നെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത്. മുരളിയും ഇതുപോലെ മിടുക്കനാകുമല്ലോ അല്ലേ? ഇതുപോലെ തന്നെ വേണോ? പിന്നെ ഇതുപോലൊരു വലിയ മനുഷ്യൻ വന്ന് നിനക്കൊരു കാപ്പി മേടിച്ചു തരാൻ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ആവില്ല മൈസാൻ. പോയി വരൂ. എവിടെ പോയാലും എന്തെങ്കിലും അടിച്ചോണ്ട് വന്നോളൂ. ഈ ഗിറ്റാർ എന്ന് പറഞ്ഞവന് പ്രാന്താ. അതാണോ ഗിറ്റാർ? അത് ഗിറ്റാർ, അതാണ് ഗിറ്റാർ. നല്ല തറവാടി. ചെറിയ ഇതെവിടെ തിരിച്ചു വെച്ചില്ലെങ്കിൽ അച്ഛൻ ഇത് കയ്യിൽ. ഈ ലോക്ക് ബ്രേക്കിംഗ് സ്പെഷ്യലിസ്റ്റുകൾ എന്റെ കൂടെ ഉള്ളപ്പോ ആ സാധനം അച്ഛൻ്റെ റൂമിൽ തിരിച്ചു വെക്കൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പെൻഷൻ കെട്ടി കാശ് മൊത്തം കെട്ടിപ്പിടിച്ചാൽ വീട്ടിലിരിക്കാതെ ജീവിതമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ ഒരു ബാറ്ററി ഇതെന്റെ ചിറ്റയുടെ മോൻ സുഗുണൻ, ഇത് ആശാന്റെ ചേട്ടന്റെ മോൻ മുത്ത്. ഇവരുടെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പോ ചെറിയ നേരെ നാട്ടിലേക്കാണോ? അല്ലല്ല, ഞങ്ങൾക്ക് കൊരട്ടിപ്പള്ളി പെരുന്നാൾ കൂടണം. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നേർച്ചയാ. ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് നേരണം. ചെറിയച്ഛന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട കുഞ്ചാക്കോ പുതിയ ബന്ധം സീനിയേഴ്സിനെതിരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു അല്ലടാ. അടുത്ത ദിവസം തന്നെ അവരെയും കൂട്ടി ആദ്യ ശ്രമം തുടങ്ങി. അമ്മമാരുടെ കൂടെ നിൽക്കുന്ന നമ്മൾ അന്ന് ഉടക്കി പിരിഞ്ഞ ബ്രോക്കർ സുഗുണനല്ലടാ. ഇന്ന് വരട്ടിയാ മാത്രം മതി. സൂപ്പറാണ്. ഇന്നലെ വടിവാൾ വെച്ച് എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഞാൻ അവന്റെ കൊതികാലങ്ങ് വെട്ടി. ആ വെട്ടിന് അവന്റെ കഴുത്തങ്ങ് തെറിച്ചു പോയി. ഇനി ഞാൻ നീ വിളിച്ചാൽ എങ്ങും വരത്തില്ല, പേണങ്ങി. സർവ വളിപ്പന്മാര് സമ്മേളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് എന്തേലും തറ വർത്താൻ അവന്മാര് പറഞ്ഞ ഞാൻ അതിലും പണി കൊടുക്കാൻ ഇന്ന് നമുക്ക് ആ മൊബൈൽ വീഡിയോ കേസ് അടിച്ചാലോ? മക്കളെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉരുട്ടി കൂട്ടുന്ന. നിനക്കൊക്കെ എന്ത് മസിലുണ്ടായിട്ട് എന്താടാ കാര്യം? നിന്റെ മൂട്ടിൽ മുഴുവൻ വൃത്തിയുടെ കാക്കപ്പുള്ളിയില്ല. അത് നീ എങ്ങനെയുണ്ട്? നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഏതു നേരം മഞ്ഞയിൽ തലവെട്ടിപ്പാടുള്ള നിക്കറിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കോളടാ. മാന്യന്മാരുടെ എല്ലാ വള്ളിയും പുള്ളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വൈകാതെ ആ 6 ക്ലിപ്പും പുറത്തു വരും. നോക്കിയിരുന്നോ? ഞങ്ങള് മാത്രമല്ലടാ, നിങ്ങളൊക്കെ പെട്ടു. ഇനി എന്നാ വിലാസിനോടെങ്ങാനും പോയത്? ആ ബ്രോക്കർ സുഗുണൻ അന്ന് ആ കുഞ്ചാക്കോയോടൊപ്പം കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മിസ്റ്റർ കുഞ്ചാക്ക്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ആ വളിപ്പന്മാരൊക്കെ തലകറങ്ങി അവിടെ ഇരിപ്പുണ്ട്. ആണോ? എങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു.